السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال أنا خير منه خلقتني من نار وخلقته من طين. സൂറത്ത് സ്വാദ് 76-ാമത്തെ വചനം. അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. അങ്ങനെ ഇബ്ലീസ് അടക്കമുള്ള ആ സമൂഹത്തോട് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇബ്ലീസ് ഒഴികെ ഉള്ളവരെല്ലാവരും സുജൂദ് ചെയ്തു. അങ്ങനെ ഇബ്ലീസിനോട് അള്ളാഹു ചോദ്യം ചെയ്യണം, എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്തില്ല? അതിനുള്ള കാരണം പറയുന്നതാണ് നാം കേട്ടത്. ഖാല, അള്ളാഹുവിനോട് മറുപടി ആയിരുന്നു ഇബ്ലീസ്. ഖാല അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമമാണ്. ആരെക്കാൾ ഉത്തമമാകുന്നു? ആദം നബി ഇസ്ലാമിനേക്കാളും ഞാനാണ് ഉത്തമൻ. അതുകൊണ്ട് ആദം നബി ഇസ്ലാമിന് ഞാൻ എന്ത് ചെയ്യേണ്ടതില്ല? സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം എന്താ? ഖലഖതനീ മിനൻ നാരിൻ, നീ എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. വഖലഖതഹു മിൻ തീൻ, അവൻ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. ഇതാണ് വ്യത്യാസം. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ഫഖ്റുജ്, നീ പുറത്തു പോ, മിൻഹ, ഇതിൽ നിന്ന്. ഫഇന്നക റജീം, നിശ്ചയമായും നീ ആട്ടപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാവുന്നു. വന്ന അലൈക ലഅനതി ഇലാ യൗമദ്ദീൻ, നിശ്ചയമായും നിൻ്റെ മേൽ എൻ്റെ ലഅനത്തുണ്ടായിരിക്കും ഖിയാമത്ത് നാൾ വരെ. ഖാല, ഇബ്ലീസ് ആവശ്യപ്പെട്ടു പറഞ്ഞു, റബ്ബി, രക്ഷിതാവേ, ഫളിർനി, എനിക്ക് കാലതാമസം നൽകണമേ, ഇലാ യൗമിൽ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് ദിവസം വരെ എനിക്ക് കാലതാമസം നൽകണമേ, ആയുസ് ഇട്ടു തരണമേ, മരിപ്പിക്കരുത് എൻ്റെ അടിയിൽ. ഖാല, അല്ലാഹു തആല ഫഇന്നക മിനൽ മുൻദരീൻ, നിശ്ചയം നീ അങ്ങനെ ആയുസ് നൽകപ്പെട്ട് നീട്ടിയിട്ടവൻ തന്നെയാകുന്നു. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ഒരു സമയം വരെ. ഖാല, അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, ഫബി ഇസ്സതിക, നിൻ്റെ ഇസ്സത്ത് കൊണ്ട്, നിൻ്റെ പ്രതാപം കൊണ്ട്, ലാ ഉയന്നഹും അജ്മഈൻ, അവരെല്ലാവരെയും ഞാൻ വഴിയിപ്പിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിൻ്റെ നിഷ്കളങ്കമായ അടിയാന്മാരൊഴികെ. ആ കാര്യം പറഞ്ഞുകൊണ്ട് ആണ് ഇബ്ലീസ് എന്ത് ചെയ്യുന്നത്? അവിടെ ഇറങ്ങിപ്പോരുന്നത്. അക്കാര്യമാണ് നാം ഓർക്കേണ്ടത്. രണ്ട് കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇബ്ലീസ് പറഞ്ഞ മറുപടി, ഞാനാണ് അവനേക്കാൾ ഉത്തമൻ എന്ന് പറഞ്ഞല്ലോ. നിന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്. അദ്ദേഹത്തെ ആദം നബി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനാണ് ഉത്തമൻ അവനേക്കാൾ എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് പ്രഖ്യാപിക്കേണ്ട ആരാണ് ഉത്തമൻ എന്ന് പ്രഖ്യാപിക്കേണ്ട അവകാശം, അധികാരം ആർക്കാണുള്ളത്? അള്ളാഹുവിൻ്റേതാണ്. പലപ്പോഴായി നാം മനസ്സിലാക്കേണ്ട കാര്യം, പല വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ വിജയത്തിന് വേണ്ടിയിട്ട് ഇരുകൂട്ടർ പണ്ഡിതന്മാരും അവരങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ സുന്നി മുജാഹിദ് വാദപ്രതിവാദം നടക്കുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മുജാഹിദ് പരസ്പരം വാദപ്രതിവാദം നടക്കുന്ന ആട്ടെ, ആ സന്ദർഭത്തിൽ ഈ ഹദീസ് കൊണ്ട് അവരൊക്കെ എന്ത് ചെയ്തിരിക്കണോ? അമൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ വഴിച്ചവരാണോ? അവരൊക്കെ അല്ലെങ്കിൽ അവർ മുശ്രിക്കീങ്ങളാണോ? ഓരോരുത്തരും ചോദിക്കും, മുശ്രിക്കീങ്ങളാണോ? ഷാഫി, അങ്ങനെ മഹാന്മാരെ പണ്ഡിതന്മാരാണ് അവർ എടുത്തുദ്ധരിക്കുന്നത്. ഹദീസ് നിവേദകന്മാർ, ഹദീസ് റിപ്പോർട്ടർമാർ ഒക്കെയാണ് ഉദ്ധരിക്കുന്നത്. എന്ത് ചെയ്യുന്നു? അവരൊക്കെ ഇതുകൊണ്ട് അമൽ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരൊക്കെ മുശ്രിക്കീങ്ങളാണോ? അല്ലെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഹറാം ചെയ്തവരാണോ എന്നുള്ള ചോദ്യം പലപ്പോഴായി ചോദിക്കാറുണ്ട്. അത് തെറ്റാണ്. അങ്ങനെ ചോദിച്ചുകൂടാ, ആര് ഭാഗത്തു നിന്നായാലും കൂടി. കാരണം ഇന്ന റബ്ബക ഹു ആലിമു ബിമൻ വല്ല സബീലി ഹു ആലിമു മുഹ്തദീൻ, ആരാണ് യഥാർത്ഥത്തിൽ മാർഗത്തിലുള്ള, അതാണ് വഴിച്ചത്, അള്ളാഹ്ക്ക് മാത്രമേ അറിയുന്നുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വഹി മുഖേന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന എന്തൊക്കെയാണ് അറിയിച്ചത്? അത് അബൂബക്കർ ഫിൽ ജന്ന,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 10 സഹാബി എണ്ണി പറഞ്ഞു, അംറുൻ ഫിൽ ജന്ന, അങ്ങനെ എണ്ണി പറഞ്ഞ 10 സഹാബിമാർ അവരൊക്കെ സ്വർഗത്തിലാണ് എന്ന് വരും. അവരൊക്കെ പിൻപറ്റി ജീവിച്ചു പോലും അതും പറഞ്ഞിട്ടില്ല. പിൻപറ്റി ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പോൾ അവരൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും അത് ചെയ്യാം. അതാണ് അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വൈഫ ഹദീസ് കൊണ്ടുവന്നുകൊണ്ട് അത് അവരൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും എന്തല്ല, അവർ ഏതാണ്, അവരെ അവസ്ഥ എന്താണ് അള്ളാഹ്ക്ക് അറിയുള്ളതും. നമ്മൾ വളരെ വിശദമായ കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ച് ഇൽമേ അള്ളാഹുവിനുള്ള അറിയുന്നത് എനിക്കറിയില്ല. നമ്മൾ പറയുക എനിക്കറിയില്ല, നബി സ്വയം ശരീരം ഇല്ല, നമ്മൾ പ്രവർത്തിക്കേണ്ടത് മാതാക്മ റസൂൽ ഫഹദോ നബി സ്വയം കൊണ്ടുവന്നു അതാണ് സ്വീകരിക്കേണ്ടത്. അതിലില്ല, നബി ശരീരമില്ല. മറ്റുപോയി മഹാത്മാക്കളുടെ ഇസ്തിഹാസം നടത്താനോ മലക്കുകളുടെ ജിന്നുകൾ സഹായം ചോദിക്കാനോ കാര്യങ്ങളും ഇന്ത്യയിൽ നബി ശരീരമില്ല. അതുകൊണ്ട് ചെയ്യുന്നു, ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം, ഉണ്ടെങ്കിൽ തെളിയിക്കണം. അതാണ് നമ്മൾ നബി സ്വല്ലല്ലാഹു എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിൽ പെടാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് സ്വീകരിച്ചുകൂടാ. വശറുമൂർ മലകാൻ ഷെറാണ്, മെഹദാത്വ പുതുതായി നിർമ്മിച്ചുണ്ടാക്കി ഒക്കെ തന്നെ, ഷിർക്കാട്ടെ ബിദ്അത്താട്ടെ എന്തായാലും ശരി, പുതുതായി നിർമ്മിച്ചുണ്ടാക്കി മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കലാവട്ടെ, അല്ലെങ്കിൽ മലക്കുകളോ ജിന്നുകളോ സഹായം ചോദിക്കലാവട്ടെ, അങ്ങനെ കാര്യങ്ങൾ പുതുതായ ചർച്ചകളൊക്കെ തന്നെ എന്തൊക്കെ ചർച്ചകളുണ്ടോ അതൊക്കെ തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ചർച്ചകൾ ചെയ്യാത്ത ചർച്ചകളൊക്കെ തന്നെ അതെന്താവുന്നു ബിദ്അത്താണ്, ളലാലത്താവുന്നു. നമ്മൾ എന്ത് ചെയ്യേണ്ട, അത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം. നബി ശരീരമുണ്ടോ ഇല്ലേ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് എളുപ്പമാണ്. ആയത്തുകളും ഹദീസുകളും ഓതിക്കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിന് തഫ്സീർ പറഞ്ഞവർ പിന്നാലെ നിങ്ങൾ പോകേണ്ട, പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട് തെളിയിക്കേണ്ട. അത് തെളിവല്ല, നബി സഹാബത്തെ ഏകദേശം മാർഗത്തിലുണ്ടോ ഇല്ലേ അതാണ് നമുക്ക് ആ വിഷയത്തിൽ അറിയേണ്ടത്. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ് ഹൈറ് ഉത്തമൻ, മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദം നബി ഇസ്ലാമിനെക്കാളും ഉത്തമൻ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാനാണ് എന്ന് ഇബ്ലീസ് എന്ത് സ്വയം പ്രഖ്യാപിച്ചു. ആ സ്വയം പ്രഖ്യാപനം നമുക്ക് പാടുള്ളതല്ല. അള്ളാഹുവിനെ അറിയാം. തഖ്വ ആരാണുള്ളത്, അവരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും തഖ്വ കൊണ്ട് അള്ളാഹുവിനോട് ആരാണ് അടുത്തിട്ടുള്ളത്, അവരാണ് അള്ളാഹുവിൻ്റെയൊക്കെ ഏറ്റവും ശ്രേഷ്ഠത. അടിമയായ ബിലാൽ റളിയല്ലാഹു ഉണ്ട്. ജനങ്ങൾ കൂട്ടത്തിൽ വളരെ താഴ്ന്ന ജാതിക്കാരാണല്ലോ അവർ അടിമകൾ. പക്ഷേ തഖ്വ കൊണ്ട് ആരെ എടുത്തു? സ്വതന്ത്രന്മാരായ ആളുകൾ അവിടെ ഉണ്ട്, അറബികളുണ്ട്. പക്ഷേ തഖ്വ കൊണ്ട് അടിമകളാണോ അള്ളാഹുവിൻ്റെ അടുക്ക് മുന്നിട്ടിരിക്കുന്നത്, അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്ക് സ്ഥാനം ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ആർക്കാണ് തഖ്വ ഉള്ളവരെ എന്ന് ആർക്കറിയുള്ളൂ? വഫാത്തിന് വഫാത്തിന് ശേഷം വഹി ഇറങ്ങിയിട്ടില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ആ മഹാന്മാരെ പണ്ഡിതന്മാരങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് റഹിമഹുല്ലാഹ്, അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ. അവർ എന്ത് ചെയ്യരുത്, നമ്മളെന്ത് ചെയ്യാൻ പറ്റാ, അവർ പിന്നാലെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നമ്മളോട് നടന്നത് നബി സാഹിബ് ചോദിച്ചു മാർഗം പിൻപറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അവർ ചെയ്തില്ല. അത് ചോദ്യം ചെയ്യേണ്ട അവകാശം എനിക്കില്ല, അത് അള്ളാഹു തആല ചോദ്യം ചെയ്തോളും. അത് വിടുക. നമ്മൾക്ക് എന്താ വേണ്ടത്? അവരെ സംബന്ധിച്ച് ഷാഫി ഇമാമിനെ പറ്റി പറയട്ടെ, സഹാബിമാരെ പറ്റി പറയട്ടെ, ആരെ പറ്റി പറയാൻ ശരി, വഫാത്തിന് ശേഷമുള്ള സകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ശിർക്കും ബിദ്അത്തുകളും തെളിവുകളെ കൊണ്ടുവരാറുള്ളത്. അവർക്ക് അള്ളാഹു തആല കരുണ ചെയ്യട്ടെ റഹ്മഹുല്ലാഹ് എന്നാണ് നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാറുള്ളത്, പറയേണ്ടത് എന്ന കാര്യമാണ് ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുൽഹജ്ജ് 1 മുതൽ 10 ദിവസങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹജ്ജ് 1 മുതൽ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ അത്ര ഇഷ്ടം അള്ളാഹുവിന് മറ്റൊരു ദിവസങ്ങൾ ചെയ്യുന്ന അത്ര ഇഷ്ടം മറ്റൊരു ദിവസങ്ങൾ ചെയ്യുന്ന അമലുകൾക്കില്ല. അല്ലെങ്കിൽ അത്രയും പുണ്യമുള്ള ദിനങ്ങളിലാണ് നാം എന്ത് ചെയ്യുന്നത്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ബോധം നമുക്കുണ്ടാകുക നമ്മുടെ സഹോദരന്മാരെ. അപ്പോൾ ദുൽഹജ്ജ് 1 മുതൽ 10 ദിവസങ്ങളിലുള്ള കർമ്മം, അത് 1 മുതൽ 9 വരെ നമുക്ക് എന്ത് ചെയ്യാം, നോമ്പനുഷ്ഠിക്കാം. 10ാമത്തെ ദിവസം നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ പാടുള്ളത് ഹറാമാണ്. മനസ്സിലാക്കുക, പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പ് ഹറാമാണ്. അപ്പോൾ 10ാമത്തെ ദിവസം നോമ്പാണ്. അത് ആ നോമ്പ് വേണ്ട അല്ലാത്ത പുണ്യകർമ്മങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സഹോദരന്മാരുടെ അവസ്ഥ മനസ്സിലാക്കുക, ഹജ്ജിന് പോയിട്ടുള്ള സഹോദരന്മാരുടെ അവസ്ഥ മനസ്സിലാക്കുക. അവരെന്ത് ചെയ്യുന്നു, അവരിന്ന് മീനായിൽ നിന്നും അർഫയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യും, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്നുള്ള തൽബിയത്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് തൽബിയത്ത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചൊല്ലിയവരുണ്ട്, നമ്മളൊക്കെ ഇനി ചൊല്ലാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഇഹ്റാമിൻ തഹല്ലുൽ ചെയ്യുന്നവരെ ഒന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണം. അതാണ് അതിനെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ശ്രദ്ധയാണ് നിങ്ങളെ അതിൻ്റെ ശ്രദ്ധയാണ്
നിങ്ങളെ ശ്രദ്ധയ്ക്കാൻ കൊണ്ടുവരുന്നത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ, അള്ളാഹുവേ ഞങ്ങൾ ഉത്തരം വന്നിരിക്കുന്നു നിൻ്റെ വിളിക്ക്. ഹജ്ജിന് വിളിച്ചല്ലോ, ഇബ്രാഹിം നബി ഈസ വിളിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ആ വിളി കേട്ട് അള്ളാഹുവേ ഞങ്ങളിതാ വന്നിരിക്കുന്നു ആ ഭാഗങ്ങളിൽ നിന്നായിട്ട് എൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട്. എന്നിട്ട് എന്താ പ്രഖ്യാപിക്കുന്നത്? ലാ ശരീക ലക, എനിക്ക് യാതൊരു പങ്കുകാരുമില്ല. അതാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽ തുടങ്ങി അതോടുകൂടി ഹജ്ജത്തുൽ വദാഅോടുകൂടി ഈ പൂർത്തിയാക്കി തന്നു. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റാരുമില്ല ഇത് പ്രഖ്യാപിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീന പ്രബോധനം തുടങ്ങിയത്. അതോടുകൂടി ഹജ്ജോടുകൂടി അമലുകളൊക്കെ തന്നെ നമുക്ക് എല്ലാ അമലും പൂർത്തിയാക്കി തന്നു. ഹജ്ജ് പഠിപ്പിച്ചു തന്നു. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നമസ്കാരിച്ച് പഠിപ്പിച്ചു തന്നപ്പോഴേ പറഞ്ഞു. 3 വർഷക്കാലത്ത് ശേഷം നമസ്കാരം പഠിപ്പിച്ച് തന്നപ്പോഴേ പറഞ്ഞു സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാനെങ്ങനെ നമസ്കരിച്ചു തോന്നുന്നു അപ്രകാരം നമസ്കരിക്കുക. അങ്ങനെ എല്ലാ അമലുകളും അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു അപ്രകാരം ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞു. മനസ്സിൽ മിനി ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. അടുത്ത കൊല്ലം ഒരു പക്ഷേ ഞാൻ നമ്മൾ കണ്ടുമുട്ടിയോളണമെന്നില്ല, ജീവിക്കണമെന്നില്ല. അതുകൊണ്ട് ഹജ്ജിൻ്റെ കർമ്മം ഒരു ഹജ്ജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടുള്ളത്, ഹിജ്റയ്ക്ക് ശേഷം ചെയ്തിട്ടുള്ളത്. അതാണ് ഹജ്ജത്തുൽ വദാ. ആ ഹജ്ജിൻ്റെ പേരാണ് ഹജ്ജുൽ വദാ. പിന്നീട് 82 ദിവസം മാത്രമാണ് ഇസ്ലാം ജീവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതിനുശേഷം നബി സല്ലല്ലാഹു വഫാത്താണ്. അതോടുകൂടി അവിടെ വെച്ചിടാൻ ദീൻ പൂർത്തിയാക്കുന്നത് നമ്മൾ കേട്ട് മനസ്സിലാക്കി. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഓർക്കുക. അങ്ങനെ അവിടെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഉപദേശങ്ങൾ നൽകിയുണ്ടായി. സുപ്രധാനമായ ഉപദേശങ്ങൾ എന്തായിരുന്നു? രക്തം, നമ്മളെ രക്തം, അതേപോലെ തന്നെ നമ്മളെ അഭിമാനം, സമ്പത്ത് അത് പവിത്രമാണ്. രക്തം ഒലിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ സമ്പത്ത്, അന്യരുടെ സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യാം, ചൂഷണം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അഭിമാനം, നമ്മളെ മാനം കെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ സ്ത്രീകളോട് നിങ്ങൾക്ക് സ്ത്രീ കടപ്പാടുകളുണ്ട്. അതായത് അവർ നിങ്ങൾ ബന്ധസ്ഥരാണ്. ഹൈറ, സ്ത്രീകളോട് എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല എനിക്ക് ഉപദേശിക്കണം. അവർ വളഞ്ഞ വാല്യൂല്ലുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അവർ പ്രകൃതിയിൽ ഒരു വളവുണ്ടാവും. ആ വളവ് നിർത്താൻ വേണ്ടി ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നേരെയാക്കണം എന്ന് ഉള്ള ഉപദേശം അവിടെ വെച്ച് നൽകിയുണ്ടായി. അതേപോലെ തന്നെ പലിശ ഹറാമാക്കുന്നത് അവിടെ വെച്ചാണ്. അതുവരെ പലിശ ഹറാമാക്കുന്നില്ല. ആ പലിശ ഹറാമാക്കുമ്പോൾ വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്, ഗൗരവം പഠിപ്പിച്ചു വന്നു. പലിശയെ 7 പുറം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ലളിതമായി നമ്മുടെ കുടുംബ ബന്ധത്തിൽ രക്തബന്ധവുമായി വിചാരിക്കുന്നതിനെ പോലെയാണ്. അത് ഗൗരവമാണ് പറഞ്ഞ് മനസ്സിലാക്കുക. വിചാരത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് രക്തബന്ധങ്ങളുമായുള്ള ആളുകളുമായി വ്യചരിക്കാനുള്ള ആ ഉമ്മാനെ വിജയിക്കാവുന്ന പോലെയാണെന്ന് പോലും എടുത്ത് ഉദ്ധരിക്കേണ്ടായി. പലിശയുടെ ഗൗരവമാണ് പറയുന്നത്. 70 പരം ശാഖകളുണ്ട്. ആ പലിശ പോലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, ഈ സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവസാനത്തെ ഹജ്ജ് 23ാമത്തെ വർഷത്തിൽ ആ ഹജ്ജ് ദിവസങ്ങളിലാണ് എന്ത് ചെയ്യുക, ഹറാം ആക്കുന്നത്. അതുകൊണ്ട് പലിശ മുതലുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങിക്കോളിയും. അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പലിശകൾ നിങ്ങൾ വാങ്ങാൻ പാടില്ല, ഞാൻ കാശാക്കിയിരിക്കുന്നു എന്ന് പറയും. ദുരഭിമാനം, പക, ജാഹിലിയ കാലത്തുള്ള ഒരു പക ഞാൻ ചവിട്ടി താഴ്ത്തുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സുപ്രധാനമായ വസിയത്തുകൾ, അതായത് ഉപദേശങ്ങൾ അവിടെ ചെയ്യുകയുണ്ടായി. അക്കാര്യം നമ്മൾ ഓർക്കുക. തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് ഹജ്ജ്. ആ കാര്യം ഓർക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് സ്വാലിയ അമലുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടി ഞാൻ പറയുകയാണ്. നമുക്കറിയാവുന്ന കർമ്മങ്ങളൊക്കെ തന്നെ, നമസ്കാരം 5 വക്ത് നമസ്കാരം, ഫർള് നമസ്കാരം ജമാഅത്തായി തന്നെ പള്ളി വെച്ച് നമസ്കരിക്കുക. പിന്നെ അതൊക്കെ എന്ത് ചെയ്യുന്നു, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഹജ്ജീയത്തിലൊരിക്കലാണ് ഹജ്ജിനുള്ളത് ഫർള്. അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ വർഷത്തിലൊരിക്കലാണുള്ളത്. സക്കാത്തുകൾക്ക് നിത്യജീവിതത്തിൽ നമ്മൾ നിർബന്ധമായുള്ളത് നമസ്കാരമാണ്. അത് 5 വക്ത് നമസ്കാരങ്ങൾ, ഫർളായ കാര്യങ്ങൾ പള്ളി വെച്ച് ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും ഫർളായ കാര്യങ്ങൾ ഖുർആനും ഹദീസും പഠിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം, നിങ്ങൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അത് ഫർളാണ്. അത് ഖിയാമത്ത് നമ്മളെ മരണം വരെ നമുക്ക് എന്ത് ഫർളാണ്, ഹദീസും ഖുർആൻ പഠിക്കുക എന്നുള്ളത്. ആ ഫർളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് എങ്ങനെയാണ് പാരായണം ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നത്, അപ്രകാരം പാരായണം ചെയ്ത് പഠിക്കുക. അതോടുകൂടി അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക. അതിൻ്റെ തഫ്സീറായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിക്കുക. അത് പുണ്യകർമ്മമാണ്. പിന്നെ അതേപോലെ തന്നെ ദിക്ർ ദുആകൾ ചൊല്ലുക എന്നുള്ളത്
ദാനധർമ്മം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്. സ്വർണ്ണം വെള്ളിയും എന്ത് ചെയ്യുന്നു? ദാനം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹു ഓർക്കുക എന്നുള്ള വലിയ അമ്പിച്ച കാര്യമാകുന്നു. ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ, എന്നാൽ കഴിയുന്ന ചെറിയ തെറ്റുകുറ്റങ്ങൾ പോലും ചെയ്യാതെ പുണ്യകർമ്മങ്ങൾ ഫർളായ അമലുകളും സുന്നത്ത അമലുകളും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു സന്ദർഭത്തിലാണ് ഉള്ളത്. അങ്ങനെ ധാരാളം അമൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സത്യവിശ്വാസികൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم أنت المستعان وعليك البلاغ لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين آمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.